ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 7ാമത്തെ ശ്ലോകം നോക്കാം. ഗുണാത്മനസ്തേപി ഗുണാൻ വിമാതും ഹിതാവതീർണസ്യ ക ഈശിരേസ്യ കാലേന യൈർവാ വിമിതാസു കൽപൈർഭൂപാംസവഖ്യേ മിഹികാദ്യുഭാസഃ. ഗുണാത്മനസ്തേപി ഗുണാൻ വിമാതും. ഗുണാത്മനഃ തേ അപി, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ഗുണാത്മനസ്തേപി. ഗുണാത്മനഃ എന്ന് പറഞ്ഞാൽ ഗുണങ്ങൾക്ക് അധിഷ്ഠാനമായിരിക്കുന്നത്. എല്ലാ ഗുണങ്ങളും യാതൊന്നിൽ അടിസ്ഥാനമാക്കിയിട്ടാണോ ഇരിക്കുന്നത്. തേ അപി, തേ എന്ന് പറഞ്ഞാൽ നിന്തിരുവടിയുടെ, അപി എന്ന് പറഞ്ഞാൽ എന്നാലും, ഗുണാൻ വിമാതും. ഗുണാൻ എന്ന് പറഞ്ഞാൽ ഗുണങ്ങളെ, വിമാതും എന്ന് പറഞ്ഞാൽ പരിച്ഛേദിക്കാനായിട്ട്, അതിനെ അങ്ങോട്ട് മനസ്സിലാക്കാൻ, അതിനെ നമ്മൾ കീറി മുറിച്ച് അറിയുക എന്ന് പറയില്ല, അത്രമാത്രം സൂക്ഷ്മമായി അതിനെ അറിയുവാൻ. ഹിതാവതീർണസ്യ ക ഈശിരേസ്യ. ഹിതാവതീർണസ്യ, ഹിതം എന്ന് പറഞ്ഞാൽ നന്മ. ഹിതാവതീർണസ്യ, ഹിതത്തിനായിക്കൊണ്ട്. അവതീർണസ്യ എന്ന് പറഞ്ഞാൽ അവതരിച്ചത്. ക ഈശിരേസ്യ, ക എന്ന് പറഞ്ഞാൽ ആരാണ്, യാതൊരാളാണോ എന്നുള്ള അർത്ഥത്തിൽ. ഈശിരേസ്യ, ഈശ്വരേ അസ്യാണ്, ഈശ്വരേസ്യ, അസ്യ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ ഹിതത്തിനായിക്കൊണ്ട് അവതരിച്ച, ഗുണങ്ങൾക്കെല്ലാം അധിഷ്ഠാനമായിരിക്കുന്നതായിട്ടുള്ള അല്ലയോ ഭഗവാനെ, അവിടുത്തെ ഗുണാൻ, ഈ ഗുണങ്ങളെ, വിമാദം എന്ന് പറഞ്ഞാൽ അതിനെ അങ്ങനെ അറിയുവാനായിട്ട്, ഗുണങ്ങളെയൊക്കെ അറിയുവാനായിട്ട് യാതൊരാളാണോ, ഈശ്വരേസ്യ, ഈശ്വരേ അസ്യ, ഈശ്വര എന്ന് പറഞ്ഞാൽ ശക്തന്മാരായിട്ട് ഭവിക്കുക. കാലേന യൈർവാ വിമിതാസു കൽപൈ. കാലേന എന്ന് പറഞ്ഞാൽ കാലം കൊണ്ട്, യൈർവാ, യൈ വാ, ഇങ്ങനെ 2 വാക്കുകളാണ് അത്. യൈ എന്ന് പറഞ്ഞാൽ ആരാലെങ്കിലും, ഏതെങ്കിലുമൊക്കെ ചിലരാൽ. വിമിത എന്ന് പറഞ്ഞാൽ നമ്മൾ വിമാതും എന്നുള്ളതിനർത്ഥം മുമ്പേ പറഞ്ഞു, അതിനെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് അറിയുക. അപ്പോൾ വിമിത എന്ന് പറഞ്ഞാൽ അതിനെ വിശേഷേണ അതിനെ പരിച്ഛേദിക്കപ്പെട്ടറിയുക എന്ന് പറഞ്ഞാൽ അതിനെ പൂർണ്ണമായിട്ടും ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് അറിയുക എന്നുള്ളത്. അങ്ങനെയായി ഭവിക്കാം. സുകൽപ്പൈ, വളരെ നിപുണന്മാരായിട്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ അങ്ങനെ അറിയാൻ ഭവിച്ചേക്കാം. എന്ത്? ഭൂപാംസവ. ഭൂപാംസവ, പാംസു എന്നാൽ പൊടി. ഭൂപാംസവ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള പൊടികളും, ഖേ എന്ന് പറഞ്ഞാൽ ആകാശത്തിലുള്ള മിഹിക, മഞ്ഞുതുള്ളികളും, ദ്യുഭാസഹ, ആകാശത്തിലുള്ള നക്ഷത്രാദികളായിട്ടുള്ള പ്രഭാപടലങ്ങളെയും ഒക്കെ ഒരു പക്ഷേ വളരെ നൈപുണ്യമുള്ളവരായിട്ടുള്ളവരെ കൊണ്ട് ചിലപ്പോൾ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിഞ്ഞേക്കാം. അതിനെ പരിച്ഛേദിച്ചറിയുക എന്ന് പറഞ്ഞാൽ അതിനെ പൂർണ്ണമായിട്ടും അങ്ങോട്ട് കൃത്യമായിട്ട് അറിയുവാൻ കഴിയുക, എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിഞ്ഞേക്കാം. എന്നിരുന്നാൽ പോലും ഭഗവാനെ, ഈ ലോകത്തിൻ്റെ ഹിതത്തിനായിട്ട് അവതാരം കൊണ്ട, എല്ലാ ഗുണങ്ങൾക്കും അധിഷ്ഠാനമായിരിക്കുന്ന അങ്ങയുടെ ഗുണങ്ങളെ ആർക്കാണ് ഭഗവാനെ അങ്ങനെ അറിയുവാൻ കഴിയുക, എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതിനെ അങ്ങോട്ട് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുന്നത് ആർക്കാണ്? അത് തീർത്തും അസാധ്യമാണ്. അങ്ങയുടെ സൃഷ്ടികളെ കൊണ്ട്, ഗുണങ്ങളാൽ ബന്ധിക്കപ്പെട്ടിട്ടുള്ള ഈ സൃഷ്ടികൾക്ക് ഗുണാതീതനായ അങ്ങയുടെ ഗുണങ്ങളെ ഇത്രയെന്ന് നിർണയിക്കുക അത് ആരാലും സാധ്യമായിട്ടുള്ള കാര്യമല്ല.
എന്നാൽ നിപുണരായിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഈ പറഞ്ഞ ഭൂമിയിലെ ആകാശത്തിലെ നക്ഷത്രാദികളുടെ പ്രഭാപടലങ്ങളെ ഒക്കെ ചിലപ്പോൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിഞ്ഞേക്കാം. ഭൂമിയിലുള്ള പൊടികളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിഞ്ഞേക്കാം. പിന്നെ പറഞ്ഞു മഞ്ഞുപടലങ്ങളെ ഖേമിഹിക, ആകാശത്തിലുള്ള മഞ്ഞുപടലങ്ങളെ ചിലപ്പോൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിഞ്ഞേക്കാം. എന്നാൽ അങ്ങയുടെ ഗുണങ്ങളെ ആർക്കാണ് ഭഗവാനെ എണ്ണിത്തിട്ടപ്പെടുത്തുവാൻ കഴിയുക? കാരണം ഓരോ പരമാണുവിലും അങ്ങ് നിറഞ്ഞിരിക്കുന്നു. ഏറ്റവും ബൃഹത്തായിട്ടുള്ളതിലും അങ്ങ് നിറഞ്ഞിരിക്കുന്നു. അങ്ങില്ലാത്തതായിട്ടൊന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയല്ല ഈ മഹിമകൾ ഓരോ കാലം കഴിയുന്തോറും നമുക്ക്, അപ്പോൾ നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഇപ്പോൾ സൃഷ്ടിക്കപ്പെട്ടവയുടെ ഒക്കെ എണ്ണം എടുത്തുകൊണ്ട് അതിലൊക്കെ അങ്ങയുടെ ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ പോലും അനുനിമിഷം സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നാശം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെ കൃത്യമായി നമുക്കൊന്ന് തിട്ടപ്പെടുത്തുക ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓരോ ചരാചരവും അനുനിമിഷം സൃഷ്ടിക്കപ്പെട്ടും നശിപ്പിക്കപ്പെട്ടുകൊണ്ടും ഈ ചാക്രികമായ പ്രക്രിയയിൽ അങ്ങനെ എരിഞ്ഞമർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വീണ്ടും അത് ആ ചക്രത്തിൽപ്പെട്ട് അതങ്ങനെ ചതഞ്ഞരഞ്ഞില്ലാതെയാവുന്നുണ്ട്, നാശത്തിലേക്ക് നയിക്കപ്പെടുന്നുണ്ട്. ഈ ചാക്രികമായ പ്രക്രിയയിൽ കൃത്യമായിട്ട് അങ്ങയുടെ ഗുണങ്ങളെ എങ്ങനെയാണ് ഭഗവാനെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയുക? അസംഖ്യമായ ഗുണങ്ങളെ എങ്ങനെയാ ഭഗവാനെ ആർക്കാണ് അറിയുവാൻ കഴിയുന്നത്? നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഗുണാത്മനസ്തേപി ഗുണാൻ വിമാതും ഹിതാവതീർണസ്യ ക ഈശ്വരേസ്യ കാലേന യൈർവാ വിമിതാസു കൽപൈർഭൂപാംസവഃ ഖേമിഹികാദ്യുഭാസ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഗുണാത്മനസ്തേപി, ഇവിടെ വിശ്ലേഷണമുണ്ട്. എകാരം നീട്ടിയെടുക്കുക. അതുപോലെ തന്നെയാണ് ഈശ്വരേസ്യ, അവിടെയും എകാരം നീട്ടിയെടുക്കുക. ഹിതാവതീർണസ്യ, ഹിത അവതീർണസ്യ ആണ് അവിടെ അകാരം ശ്രദ്ധിച്ചു വായിക്കുക. ഹിതാവതീർണസ്യ. പിന്നെ വിമിത ദ്യുഭാസ ഭൂപാംസവ, ഇവിടെയൊക്കെ വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. അതേപോലെ സുകൽപ്പൈർ ഭൂപാംസവ, അത് കഴിയുന്നതും ചേർത്ത് വായിക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ 7ാമത്തെ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 8ാമത്തെ ശ്ലോകമാണ്. തത്തേനു കമ്പാംസു സമീക്ഷമാണോ ഭുഞ്ജാന ഏവാത്മകൃതം വിപാകം ഹൃദ്വാഗ്വപുർവിദധൻ നമസ്തേ ജീവേതയോ മുക്തിപദേ സദായ ഭാഗ്. തത്തേനുകമ്പാം, തത് തേ അനുകമ്പാം, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് തത്തേനുകമ്പാം. തത് എന്ന് പറഞ്ഞാൽ അത് ഹേതുവായിട്ട്, തേ എന്ന് പറഞ്ഞാൽ അങ്ങയുടെ തിരുവടിയുടെ, അനുകമ്പാം അവിടുത്തെ ദയയെ, സുസമീക്ഷമാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദരവോടുകൂടി തന്നെ പ്രതീക്ഷിക്കുന്നവനായിട്ട്. ഭുഞ്ജാന, ഭുജിക്കുന്നു. ഏവാത്മകൃതം വിപാകം, ഏവ ആത്മകൃതം. ആത്മകൃതം എന്ന് പറഞ്ഞാൽ താൻ തന്നെ അല്ലെങ്കിൽ തന്നാൽ തന്നെ ചെയ്യപ്പെട്ടതായിട്ടുള്ള. ഏവ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഭുഞ്ജാന ഏവ, അത് തന്നെയാണ് ഭുജിച്ചുകൊണ്ടിരിക്കുന്നത്, അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത്? ആത്മകൃതം, തന്നാൽ തന്നെ ചെയ്യപ്പെട്ട അല്ലെങ്കിൽ താൻ തന്നെ ചെയ്ത കർമ്മങ്ങളുടെ ഫലങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വിപാകം എന്ന് പറഞ്ഞാൽ കർമ്മഫലത്തെ, അതായത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ സുഖദുഃഖങ്ങളും നമ്മുടെ തന്നെ പുണ്യപാപ കർമ്മങ്ങളുടെ ഫലമാണ് എന്ന് അർത്ഥം. ഹൃദ്വാഗ് വപുർഭിർവിദധൻ നമസ്തേ.
ഹൃദ്വാഗ് വപുർഭി എന്ന് പറഞ്ഞാൽ ഹൃത്ത്, വാക്ക്, വപുഹു, മനസ്സ്, വാക്ക്, വപുഹു എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട്, അതായത് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഒക്കെ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് വിദധൻ നമസ്തേ. വിദധൻ നമസ്തേ. വിദധൻ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ എന്ത് ചെയ്തുകൊണ്ട് നമസ്തേ, നമസ്കാരത്തെ ചെയ്തുകൊണ്ട് ജീവേതയോ മുക്തിപദേ സദായ ഭാക്ക്. ജീവേത ജീവിക്കുന്നുവോ, ആരാണോ അങ്ങനെ ജീവിക്കുന്നത്, മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ചെയ്യുന്ന കർമ്മങ്ങളെയൊക്കെ അവിടുത്തെ പാദങ്ങളിൽ സമർപ്പിച്ച് നമസ്കരിച്ചുകൊണ്ട് ജീവിക്കുന്നത്, യോ മുക്തിപദേ, യഹ എന്ന് പറഞ്ഞാൽ യാതൊരുവൻ അങ്ങനെ ജീവിക്കുന്നുവോ, ജീവേതയോ യാതൊരാളാണോ അങ്ങനെ ജീവിക്കുന്നത്, മുക്തിപദേ മുക്തിയുടെ ആ പദത്തിൽ, മോക്ഷപദത്തിൽ, അങ്ങയുടെ നിന്തിരുവടിയിൽ തന്നെ, അങ്ങയുടെ സ്ഥാനത്തിൽ തന്നെ, അങ്ങയുടെ ആ ഒരു ലോകത്തിൽ തന്നെ സദായ ഭാക്ക്. സഹ എന്ന് പറഞ്ഞാൽ അവൻ അങ്ങയുടെ ആ പരമമായ പദത്തിൽ തന്നെ എത്തിച്ചേരുന്നു. ദായഭാഗ് എന്ന് പറഞ്ഞാൽ അവകാശിയാകുന്നു. അപ്പോൾ ഭഗവാനിങ്കിലേക്ക് എത്തിച്ചേരുവാൻ ഇവിടെ പറയുകയാണ്, നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വരുന്ന ഓരോ കർമ്മങ്ങളുടെയും അല്ലെങ്കിൽ ഓരോ അനുഭവങ്ങൾക്കും നിദാനമായി ഭവിക്കുന്നത് നമ്മുടെ തന്നെ പുണ്യപാപ കർമ്മങ്ങൾ തന്നെയാണ്. അതിൻ്റെ ഫലം തന്നെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് സുഖമായും ദുഃഖമായും സന്തോഷമായും സന്താപമായും ഒക്കെ വന്നു ചേരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ സന്തോഷിക്കുക, നമ്മുടെ ജീവിതത്തിലേക്ക് നല്ലത് വരുമ്പം കൂടുതൽ നമ്മൾ സന്തോഷിക്കുകയോ ദുഃഖം വരുമ്പോൾ കൂടുതൽ സന്താപമുണ്ടാവുകയോ വേണ്ട. എന്തേ കാരണം? ഇതൊക്കെ നമ്മുടെ തന്നെ കർമ്മത്തിൻ്റെ ഫലമായിട്ട് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നു എന്നേ ഉള്ളൂ. നമ്മൾ എവിടെയോ എപ്പോഴോ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തിട്ടിരിക്കുന്നതിൻ്റെ ഫലം നമ്മളിലേക്ക് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ഏതൊക്കെയോ ജന്മത്തും ഈ ജന്മത്തും ഇത്രയും നാളുമുള്ള യാത്രക്കിടയിലും ഒക്കെ ചെയ്തിട്ട കർമ്മങ്ങളുടെ ഫലങ്ങളാണ് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് പുണ്യകർമ്മത്തിൻ്റെയുണ്ട് പാപകർമ്മത്തിൻ്റെയുണ്ട്. ഈ രണ്ട് ഫലങ്ങളും ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന. അപ്പോൾ ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ ഇതൊരു ചെയിൻ പോലെ അങ്ങനെ പോവില്ലേ? ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലങ്ങളും ഇനിയും നമ്മളിലേക്ക് വരാനിരിക്കില്ലേ? തീർച്ചയായും ഉണ്ടാകും. എപ്പോൾ ഞാൻ കർമ്മം ചെയ്യുന്നു എന്നുള്ള ഒരു ഭാവത്തോടു കൂടി ചെയ്യുമ്പോൾ. മറിച്ച് ഇപ്പോൾ എന്നിലേക്ക് വരുന്ന സുഖമായിക്കോട്ടെ ദുഃഖമായിക്കോട്ടെ, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളായിക്കോട്ടെ, എല്ലാം തന്നെയും ഭഗവാനെ ഇപ്പോൾ, അതായത് എന്നിലേക്ക് വരുന്ന സുഖവും ദുഃഖവും ഒക്കെ എൻ്റെ തന്നെ പുണ്യപാപ കർമ്മങ്ങളുടെ ഫലമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭഗവാനെ, അതും അവിടുത്തെ ഒരു ലീല. ഞാൻ മറന്നുപോയിട്ടുണ്ടാവാം, ഞാൻ വന്ന വഴികളിൽ ഞാൻ പറഞ്ഞ എൻ്റെ കർമ്മങ്ങളും വാക്കുകളും ഒക്കെയും. എന്നാലും അതിൻ്റെയൊക്കെ ഫലം തന്ന് അതോടെ ആ കർമ്മത്തിൻ്റെ പരിണിത ഫലത്തെ ഇല്ലാതെയാക്കുന്ന കാരുണ്യവാനായ ഭഗവാനെ, അങ്ങനെ കർമ്മ ബന്ധനങ്ങളിൽ നിന്നും എന്നെ മുക്തനാക്കുവാൻ വേണ്ടി അവിടുന്ന് ചൊരിയുന്ന കാരുണ്യമാണിത്. അങ്ങനെ ആ ഒരു ബോധമുള്ളിൽ ഉദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന ഓരോ കർമ്മവും ഭഗവാനെ, ഇത് എൻ്റെ പ്രാരബ്ധം കൊണ്ട് ചെയ്യപ്പെടേണ്ടി വരുന്നു, എന്നെ ഇതിനോട് ബന്ധിപ്പിച്ച് നിർത്തരുതേ. ചിത്തത്തെ പരിശുദ്ധമാക്കി ഭഗവാനെ അവിടത്തേക്കുള്ള അർച്ചനയായി എൻ്റെ ഓരോ കർമ്മവും എൻ്റെ ഓരോ വാക്കും ഭവിക്കണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് അത് ഭഗവാനിങ്കലുള്ള ഭഗവത് പാദത്തിലേക്കുള്ള അർച്ചനയായി സമർപ്പിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ പിന്നീട് അതിൻ്റെ ഫലങ്ങൾ വന്നാലും അതും ഭഗവാന്റെ ഇച്ഛ എന്ന ഒരു സുന്ദരമായ ഭാവത്തോടു കൂടി അതിനെ സ്വീകരിക്കുവാൻ നമ്മൾ പ്രാപ്തരാകും. അങ്ങനെ വരുമ്പോഴാകട്ടെ പൂർണ്ണമായ ആത്മസമർപ്പണം, നമ്മളറിയാതെ നമ്മളെ തന്നെ സമർപ്പിച്ച് ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് ചലിക്കുന്ന വെറും ഒരു പാവ മാത്രമാണ് നമ്മളെന്ന് ഒരു ബോധ്യം നമുക്കുണ്ടാവുമ്പോൾ പിന്നെ അറിയില്ല എപ്പോഴാവും ഭഗവാൻ കാരുണ്യം ചൊരിയുക എന്ന്. ആ ഭഗവാന്റെ കാരുണ്യത്തെ ഓരോ നിമിഷവും ഈ ഒരു തലത്തിലെത്തിയാൽ ആദരവോടുകൂടി നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കും. എപ്പോഴാണ് ഭഗവാന്റെ ലോകത്തിലേക്ക്, ആ മുക്തിപദത്തിലേക്ക് നമുക്കുള്ള ടിക്കറ്റ് തരിക എന്ന്, നമ്മളെ എത്തിക്കുക എന്ന്. അപ്പോൾ ഇവിടെ
ഇവിടെ ഒരു വാക്ക് പറഞ്ഞു ദായഭാക്ക്, അതായത് ഭഗവാൻ നമുക്കത് തരണമെങ്കിൽ സ്വീകരിക്കുന്ന പാത്രത്തിന് അതിനുള്ള യോഗ്യത ഉണ്ടാവണം. ഇവിടെ അതുകൊണ്ടാണ് പറഞ്ഞത് അതിന് നമ്മൾ യോഗ്യരായി തീരുന്നത് അപ്പോൾ മാത്രമാണ് ഭഗവാനിങ്കലേക്ക് അത് എല്ലാം മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഭഗവാനിങ്കലുള്ള അർച്ചനയായി ഭവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ അത് ക്രമേണ താൻ തന്നെ തൻ്റെ കർമ്മങ്ങൾ മാത്രമല്ല താൻ തന്നെ ഭഗവാന്റെ സമർപ്പണമായി മാറുന്നു. അങ്ങനെ വരുമ്പോൾ ആ ഭഗവാന്റെ കാരുണ്യം സ്വീകരിക്കുവാൻ, ഭഗവാൻ എപ്പോഴാവും നമ്മളിലേക്ക് കാരുണ്യം ചൊരിയുകയെന്നറിയില്ല, ആ കാരുണ്യം സ്വീകരിക്കുവാൻ നമ്മൾ യോഗ്യരായി തീരുന്നു. അപ്പോൾ നമ്മളെ ഭഗവാൻ ആ മോക്ഷപദത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തത്തേനു കമ്പാം സുസമീക്ഷമാണോ ഭുഞ്ജാന ഏവാത്മകൃതം വിപാകം ഹൃദ്വാഗ്വപുഭിർ വിദധൻ നമസ്തേ ജീവേദയോ മുക്തിപദേ സഭായദാക്. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തത്തേനു കമ്പാം, അവിടെ വിശ്ലേഷണമുള്ളിടത്ത് ഏകാരം നീട്ടിയെടുക്കുക. തതത്തെ അനുകമ്പാമാണ്. അതുപോലെ ഏവ ആത്മകൃതം അവിടെ അകാരം നീട്ടിയെടുക്കുക. അതുപോലെയാണ് ഹൃദ്വാഗ്വപുർഭിർ വിദധൻ നമസ്തേ, അത് കഴിയുന്നതും ചേർത്ത് വായിക്കുക. അവിടെ ഹൃദ്വാഗ്വപുർ, അവിടെ ഗ്വ എന്ന അക്ഷരത്തിൻ്റെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക, തെറ്റുവരരുത്. അതുപോലെ വിദധൻ നമസ്തേ എന്ന കൂട്ടക്ഷരമാണ്. ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 9ാമത്തെ ശ്ലോകമാണ്. ഭഗവാൻ അനുഗ്രഹിച്ചാൽ അത് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.